കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയമായ എല്ലാ വിഷയങ്ങൾക്കും അതിൻ്റെ ഫലം ഉണ്ടാക്കുന്നത് അനോയിൻറ്റിങ്ങിലാണ്, അല്ലാതെ ഇൻഫർമേഷൻ ഡംപ് ചെയ്യുന്നതിലല്ല. നമുക്ക് യേശുക്രിസ്തുവിനെക്കുറിച്ച് എന്തെല്ലാം ഇൻഫർമേഷൻ ഉണ്ടാകാം, ആരാധനാക്രമത്തെക്കുറിച്ച് നമുക്ക് ഇൻഫർമേഷൻ ഉണ്ടാകാം. നമ്മൾ വളരെ ടാലൻറ്റഡായിട്ട് അത് ഡംപ് ചെയ്യാൻ ബാങ്ക് ചെയ്യാൻ പറ്റും. അതും അനോയിൻറ്റിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ഫോർമാറ്റാണ്. ഒന്ന് അറിവ് പകരുന്നു, മറ്റത് അനുഭവങ്ങൾ നൽകുന്നു. ഈ അനുഭവങ്ങളെല്ലാം വരണത് അനോയിൻറ്റിങ്ങിലൂടെയാണ് വരണത്. അഭിഷേകം ക്രിസ്തുവിനെ പോലും ലോകത്തിലേക്ക് വിട്ടത് അഭിഷേകത്തിൻ്റെ രൂപത്തിലാണ്. അഭിഷേകത്തിൻ്റെ ആളായ്മയും മാത്രമല്ല, അഭിഷേകത്തിൻ്റെ രൂപത്തിലാണ്. ഇപ്പോഴേ ഉദാഹരണത്തിന് ഇടം എന്നും പറഞ്ഞൊരു വാക്ക് ബൈബിളിലുണ്ട്. എന്താണ് ഇടം? ഇപ്പോൾ ഒരു വിസ റിജക്റ്റ് ചെയ്ത്, അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ്? ഇടം ഇല്ലെന്ന് എൻ്റെ അർത്ഥം. ജർമ്മനിയിൽ നിങ്ങൾക്ക് ഇടമില്ല, അതല്ലേ വിസ റിജക്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ജപ്റ്റ് ചെയ്തു, നിങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ നിങ്ങൾക്ക് ഇടം ഇല്ല എന്നാണ്. ഇങ്ങനെ ഇടമില്ലാത്ത എല്ലാ വിഷയങ്ങൾക്കും അത് ഇടം നിങ്ങൾക്ക് കിട്ടുന്നത് വരെ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും. അതിനാണ് അനോയിൻറ്റിങ് എന്ന് പറയുന്നത്. നമുക്കത് ഫീൽ ചെയ്യത്തില്ല. കർത്താവ് ഈ വിഷയം എനിക്ക് ഇരിപ്പിടം ഒരുക്കുന്നത് വരെ ഞാൻ കർത്താവിൽ ജീവിക്കും. അത് ബൈബിളിലെ ഒരു നിലപാടാണത്. എന്താണ്? ഞാൻ നിൻ്റെ ശത്രുക്കളെ എൻ്റെ പാദപീഠമാക്കുവോളൂ നീ എൻ്റെ വലതുവശത്തിരിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 110-ാം സങ്കീർത്തനം 1-ാം തിരുവചനം. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുൾ ചെയ്തു. കർത്താവിൻ്റെ അരുൾ ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. ഇപ്പം ജപ്തി നടപടി നമ്മുടെ മുമ്പിലുള്ള ഒരു നെഗറ്റീവ് സിറ്റുവേഷനാണ്. ജോലി കിട്ടണില്ല, അത് ഒരു നെഗറ്റീവ് സിറ്റുവേഷനാണ്, മോശം ഒരു കാലാവസ്ഥയാണ്. ഇപ്പം രോഗിയാണ് നീ, അത് ഒരു മോശം കാലാവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ കർത്താവിൻ്റെ ഈ വിഷയത്തോട്, നെഗറ്റീവ് സിറ്റുവേഷനോട് കർത്താവിൻ്റെ നിലപാട് എന്താണ്? ഇത് നിന്നെ വിഷമിപ്പിക്കുന്ന, ഉത്കണ്ഠപ്പെടുത്തുന്ന, ഭാരപ്പെടുത്തുന്ന എല്ലാം നിൻ്റെ ശത്രുവാണ്.
അതെന്ത് ചെയ്യും? അത് നീ കീഴ്പ്പെടുത്തരുത്. എന്താണ്? ഞാൻ നിൻ്റെ ശത്രുവിനെ എന്ന് പറഞ്ഞ്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിന്റെ പാദപീഠമാക്കുവോളം, നിന്റെ കാഴ്ച വിട്ട് ഞാനത് കൊണ്ടുവരും. ഒരു ടൈമിൽ ഈ അവസ്ഥ നീ അതിജീവിക്കും. അതിനെ കയറി നിൽക്കും നീ. അതാണ് നിന്റെ പാദപീഠമാക്കുമെന്ന്. നീ അതിനെ കീഴ്പ്പെടുത്തും. നീ അതിനെ കീഴ്പ്പെടുത്തുന്ന വരെ നീ എന്ത് ചെയ്യണം? നീ എൻ്റെ വലതു ഭാഗത്തിരിക്കണമെന്ന്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉടമ്പടിയുടെ ഒരു ഉദ്ദേശം അതാണ്. എന്താണ്? എൻ്റെ കർത്താവ് എന്നായാലും എൻ്റെ ശത്രുവിനെ കീഴ്പ്പെടുത്തും. അതുവരെ ഞാനെന്ത് ചെയ്യണം? ഞാൻ ഉടമ്പടി ജീവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വലത് ഭാഗത്തിരിക്കും. അതാണ് വിഷയം. അത് ഒരു നടപടിക്രമമാണ്. ഈ വലത് ഭാഗത്തിരിക്കുന്നവൻ എന്ത് ചെയ്യും? അളിഞ്ഞ മോന്തയുമായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് വിഷയം. വലത് ഭാഗത്തിരിക്കുന്നത് എന്ത് ചെയ്യും? കാറിക്കൂവി നിലയം പിടിച്ചോണ്ടിരിക്കുക. എങ്ങനെ ഇരിക്കും നിങ്ങൾ? കർത്താവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നവർ എങ്ങനെയാണ്? കാറിക്കൂവി നിലയം പിടിച്ചോണ്ടിരിക്കുക? ഇല്ല. അപ്പോൾ ഈ വിഷയം തീരണത് വരെ കാറിക്കൂവി നിലവിളിക്കുന്നവർ കർത്താവിൻ്റെ ഇടതുവശത്തായിരിക്കണത്. അതാ വിഷയം. അങ്ങനെ ഒരു വിഷയം ഇല്ല. സാത്താന് വേണ്ടി ഒഴിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണത്. അതുകൊണ്ടാണ് കർത്താവ് വലതു ഭാഗം എന്ന് എടുത്തു പറയണത്. ദൈവത്തിന് വലതും ഇടതും ഉണ്ടെന്നല്ല എൻ്റെ അർത്ഥം. മറിച്ചെന്താണ്? ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്ന ആൾക്കാരെ സൂചിപ്പിക്കാനാണ് വലതു ഭാഗവും ഇടതു ഭാഗവും ഒക്കെ പറയണത്. അല്ല ദൈവത്തിന് വലതും ഇടതും ഉണ്ടായിട്ടല്ല. ദൈവവചനം അനുസരിച്ച് ജീവിക്കുന്ന നമ്മൾ അങ്ങനെയാണ് ഉടമ്പടിയിൽ പറയണത്. എന്താണ്? അവൻ പറഞ്ഞതുപോലെ ജീവിച്ചോളാം. അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയാവും? ദൈവത്തിൻ്റെ വലതുഭാഗത്ത്. പക്ഷേ അവൻ പറഞ്ഞതുപോലെ ജീവിച്ചോളാമെന്ന് നമ്മൾ പറഞ്ഞ് ദൈവത്തിൻ്റെ വലതുവശത്ത് ഇരിക്കുമ്പോൾ, ആ വലതുവശത്ത് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡീസൻസി ഉണ്ട്. അത് കീപ്പ് ചെയ്യണം. നമ്മൾ എവിടെയാണ് ഇരിക്കണത് നോക്കിയിട്ട് അതിൻ്റെ ഒരു ഡീസൻസി ഉണ്ട്. ഇപ്പോൾ പള്ളി വരുമ്പോൾ നിങ്ങൾ പള്ളിയിൽ നിങ്ങൾ വരികയാണ്, നിങ്ങൾ നൈറ്റി ഇട്ടുകൊണ്ട് പള്ളി വരുമോ? അതാണ് പ്രശ്നം. അതിനൊരു നിങ്ങൾ അടുക്കളയിൽ കറി അരിയുമ്പോൾ നൈറ്റി ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ ചുരിദാർ ഇട്ടുകൊണ്ട് അല്ലെങ്കിൽ മോശം ഡ്രസ്സ് ഇട്ടുകൊണ്ട് നിങ്ങൾ അടുക്കള ജോലി ചെയ്യും. പക്ഷെ പള്ളി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? പോയി കുളിച്ച് ഒരുങ്ങി അത് കഴിച്ചിട്ടിട്ട് പുതിയ ഉടുപ്പിട്ടുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വരും അല്ലേ? അതാണ് സംഭവം. ആ ഡീസൻസി, ആ സ്ഥലത്തിൻ്റെ ഡീസൻസി ഉണ്ട്. ഉടമ്പടിയിൽ ആ ഡീസൻസി കീപ്പ് ചെയ്യണം. നിങ്ങൾ ഈ ഒരു കാലം നമ്മുടെ ശത്രുക്കളെ കീഴ്പ്പെടുത്തുന്ന വരെയാണ് നമ്മൾ എന്ത് ചെയ്യണം? അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വലതുവശത്ത് ഞാൻ ജീവിക്കേണ്ട ഒരു കാലമാണിത്. ഇപ്പോൾ കർത്താവിൻ്റെ വലതുവശത്ത് ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ സ്ഥാനത്തിൻ്റെ ഡീസൻസി കീപ്പ് ചെയ്യണം. ആ സ്ഥാനത്തിൻ്റെ ഡീസൻസി അവിടെ ഇരുന്നുകൊണ്ട് അലമുറയിടാനും നിലവിളിക്കാനും ബഹളം ഉണ്ടാക്കാനും നോക്കിയിട്ട് കാര്യമില്ല. കാര്യം ആ സ്ഥാനത്തിന് പറ്റാത്തതാണത്. നിങ്ങൾ അവിടെ ഇരുന്ന് അലമുറ ഇടുകയും നിലവിളിക്കുകയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യണത് ആ സ്ഥാനത്തിന് പറ്റത്തില്ല. ആ സ്ഥാനത്തിന് എന്താണ്? എൻ്റെ കർത്താവ് എൻ്റെ ശത്രുവുമായി യുദ്ധത്തിലാണ്. അത് കീഴ്പ്പെടുത്തുന്ന വരെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് പ്രത്യാശയോടെ എൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റും. ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്താണെന്നറിയാമോ? ഇപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ആയിരക്കണക്കിന് മനുഷ്യർ ഉടമ്പടി ജീവിക്കുന്നതാണ്. എനിക്ക് തോന്നിയിരിക്കുന്ന ഉടമ്പടിയുടെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറയുന്നത്, നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളെടുത്ത ഉടമ്പടിക്കെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടരുത്. ആരാ? മനുഷ്യനും ഉന്നയിക്കരുത്, ദൈവവും ഉന്നയിക്കരുത്. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുത്തെങ്കിലും നിങ്ങൾ അയൽവാസിയോട് മിണ്ടണില്ല. അപ്പോൾ അതിന് ആക്ഷേപമായില്ലേ? നിങ്ങൾ ഉടമ്പടി എടുത്തു, ഉടമ്പടിയിലാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ ഉപ്പൊക്കെ വാരി തിന്നുന്നുണ്ട്, എണ്ണയൊക്കെ അവിടെ ഇവിടെയൊക്കെ തേക്കറുണ്ട് എന്നല്ലാതെ ഈ കലാപരിപാടി അല്ലാതെ മാന്യം മര്യാദയൊക്കെ ദൈവത്തിൻ്റെ പൈതലായിട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്യണില്ല. ഈ പല ആൾക്കാരും പണി വാങ്ങിച്ചിരിക്കുന്നത്, ഇവർ ഉടമ്പടി എടുത്താൽ 6 മാസം കഴിഞ്ഞാലും ആക്ഷേപങ്ങൾ ബാക്കി നിൽക്കും. അതാണ് എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ നിങ്ങളോട് വളരെ എളിമയോടും വിനയത്തോടെ യാചിക്കുകയാണ്. കാര്യം നിങ്ങളെ വഴക്കിട്ടിട്ട് കാര്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം.
എന്താ കാര്യം വഴക്കിട്ട് കാര്യമില്ലെന്ന് പറയാൻ കാര്യം? എടാ, നിങ്ങളുടെ ഭർത്താക്കന്മാരും ഭാര്യമാരും ഒക്കെ നിങ്ങൾ കെട്ടി വന്ന കാലം പോലെ ഇതല്ലേ പരിപാടി, വഴക്കല്ലേ ഇടണത്. എന്തിനാ നിങ്ങൾ വല്ല മെച്ചമുണ്ട? അപ്പോൾ ഞാനിപ്പോൾ കയറി അഡ്വാൻസ് വഴക്കിട്ട് എന്ത് കാണിക്കാൻ? ഒന്നും കാണിക്കാനില്ല. നിങ്ങളതുപോലൊരു വഴക്കായിട്ട് കണക്കാക്കും. അത്രയേ ഉള്ള സംഭവം. കാര്യം നിങ്ങൾ ഈ വഴക്ക് എന്തുമാത്രം കേട്ടിരിക്കണതാണ്. എന്നിട്ട് വല്ല മാറ്റം ഉണ്ടായ അതങ്ങനെ കിടക്കുമെന്ന് പറയും, അതങ്ങനെ കിടക്കുമെന്ന് പറയും. അത്രയേ ഉള്ളൂ സംഭവം. ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ കാര്യത്തിലും വന്നിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് എനിക്ക് പറയാനുള്ളൊരു യാചന എന്ന് പറയണത്, ആക്ഷേപങ്ങൾ ഉന്നയിക്കാത്തൊരു സേഫ് സോണിലേക്ക് മാറണം. ഉടമ്പടി വിജയത്തിൻ്റെ ഏറ്റവും വലിയൊരു കാമ്പതാണ്. നിങ്ങളുടെ ഉടമ്പടിയിലേക്ക് ആരും കൈ ചൂണ്ടരുത്. എന്താണ്? നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിലും നിങ്ങൾ വായ്പ വാങ്ങിച്ച ആൾക്കാർക്ക് കൊടുക്കാനുള്ള പൈസ നിങ്ങളുടെ കിട്ടിയെങ്കിലും അത് നിങ്ങൾ അവർക്ക് കൊടുത്തില്ല. അതിന് പകരം നിങ്ങൾ അതിന് പകരം വീട്ടിൽ കാറ് വാങ്ങിക്കുകയോ എന്തെങ്കിലും ചെയ്ത്, അപ്പോൾ തന്നെ ആക്ഷേപങ്ങളായില്ലേ? അത് ആരും അറിയണില്ല. നിങ്ങൾ ഇന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കാറുണ്ടെന്നുള്ളത് നിങ്ങൾക്കും അവർക്കും അറിയാൻ പാടുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള കാശ് കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ. പക്ഷെ വേറെ ആർക്കറിയാം? ദൈവത്തിനറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ സംഭവം അവർക്ക് കൊടുക്കുക. അവരുടെ മകൾക്ക് കോളേജ് അഡ്മിഷൻ കൊടുക്കാനുള്ള കാശ് എടുത്തിട്ട് നിങ്ങൾ കാറ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ദൈവം കൈ ചൂണ്ടും, ആക്ഷേപം ഉന്നയിക്കപ്പെടും. കാര്യം ഉടമ്പടി ആക്ഷേപരഹിതമായിരിക്കണം. ഉടമ്പടി ആക്ഷേപരഹിതമായിരിക്കണം. അത് ദൈവവും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്, മനുഷ്യരും നമുക്കെതിരെ ആക്ഷേപം ഉണ്ടാക്കരുത്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയോട് ഞാൻ ചെയ്ത ഉടമ്പടി ജീവിതം ജീവിതം കൊണ്ട് സാക്ഷ്യമാകാൻ എന്നെ സഹായിക്കണമേ. എന്റെ ഉടമ്പടികള് മനുഷ്യന്റെ മുമ്പിലോ ദൈവത്തിന്റെ സന്നിധിയിലോ ആക്ഷേപരഹിതമാകാൻ എന്നെ സഹായിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. Hallelujah, 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 hallelujah. Mahottam, mahottam. Aradhana. Hallelujah, hallelujah. സാമീപ്യത്തിന് ജീവിക ഇടപെടലിന് നന്ദി പറയുന്നു. Hallelujah, hallelujah. കർത്താവിൻ്റെ തിരുസന്നിധി വിശുദ്ധിയോടെ ദൈവസ്നേഹത്തോടെ നമുക്കായിരിക്കാം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപായുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ദൈവമേ, നിന്റെ പുത്രൻ്റെ തിരിച്ചോരയിൽ നീ വീണ്ടെടുത്ത നിന്റെ അവകാശമോഹരിമാൻ ജനങ്ങൾക്ക് വേണ്ടി മോശയെപ്പോലെ അബ്രാഹത്തെ പോലെ എല്ലാ അപ്പോസ്തലന്മാരെ പോലെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. Hallelujah, hallelujah, hallelujah. Shwe, hallelujah, hallelujah. Shwe, hallelujah, hallelujah. ആരാധന. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവെ, എന്തിനു കാഴ്ച നൽകിയവനെ, കർത്താവെ ചെകിടനെ കേൾവി നൽകിയവനെ, കർത്താവെ ഊമന് സംഭാഷണത്തിന് നൽകിയവനെ, കർത്താവെ മഹോരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ തളവാരോഗ്യപ്പെടുത്തിയവനെ, കർത്താവെ മരിച്ചവനെ ഉയർപ്പിച്ചവനെ, കർത്താവെ നിന്റെ തിരുമുറി വാർന്ന് വലതു കരം
ആണിപ്പെടുതാർന്ന അത്ഭുതകരം അങ്ങയുടെ മക്കളുടെ ശിരസിലേക്ക് വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഉച്ചമുതൽ ഉള്ളങ്കാല് വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പെശികളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. മാരകരോഗങ്ങള്, തീരാവ്യാധികള്, ജീവിത ദുരിതങ്ങള്, ക്യാൻസർ രോഗങ്ങള്, സിസ്റ്റ് രോഗങ്ങള്, PCOD രോഗങ്ങള്, പിസ്തുര രോഗങ്ങള്, കർത്താവേ, തൈറോയ്ഡ് രോഗങ്ങള്, കരളിൻ്റെ രോഗങ്ങള്, കിഡ്നി രോഗങ്ങള്, അസ്ഥി രോഗങ്ങൾ, അസ്ഥി ഉരുക്കത്തിൻ്റെ രോഗങ്ങള്, വാതരോഗങ്ങള്, യേശുവിൻ്റെ നാമത്തില് മാരക രോഗങ്ങൾ ഈശോ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട് ഇവിടെ നാമത്തെ യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. സദയം തുടരേ സുഖമായിടും എൻ്റെ സദയം തുടരേ സുഖമായിടും എൻ്റെ. എല്ലാവരും മുട്ടേ നിൽക്കുക, കൈകൾ കൂപ്പി മൗനമായി പ്രാർത്ഥിക്കുക. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സംഭാവന ആശീർവാദത്തിനായി തലകുനിക്കാം. ദുരിതങ്ങൾ കൊണ്ടുവലഞ്ഞപ്പോൾ, ദുഃഖത്താൽ നൊന്തു പിടഞ്ഞപ്പോൾ, ഏറെ വാത്സല്യമെനിക്കേകി എന്നെ കാത്തു നീ കർത്താവേ.